നമസ്കാരം, ഞാൻ MK ജോർജ്. ഇന്നൊരു അടിപൊളി ദിവസമാണ്. 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഏതാനും സുഹൃത്തുക്കളുമൊത്ത് ഒരു ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ്. മിക്കവാറും സുഹൃത്തുക്കളുടെ ഫാമിലിയും ഒപ്പമുണ്ട്. 1975 SSLC ബാച്ചാണ് ഞങ്ങൾ. ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് വേങ്ങൂർ മാർക്കോമ ഹൈസ്കൂൾ. ഈ യാത്രയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ സഞ്ചരിക്കുവാൻ പോകുന്ന ബോട്ടിൻ്റെ കപ്പാസിറ്റി ഏകദേശം 15ഓളം യാത്രക്കാർ മാത്രമാണ്. പെരുമ്പളം ദ്വീപിൽ നിന്ന് വേമ്പനാട്ട് കായലിലൂടെയാണ് യാത്ര. അടുത്തയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ പെരുമ്പളം ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 11 മണിയോടെ ഞങ്ങൾ എല്ലാവരും പെരുമ്പളം ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേർന്നു. ഇവിടെ സ്പീഡ് ബോട്ട് റൈഡിങ്ങിനും സൗകര്യമുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ട് എത്തിച്ചേരുവാൻ അല്പം കൂടി സമയമെടുക്കും എന്ന് അറിഞ്ഞതിനാൽ ഞങ്ങൾ എല്ലാവരും ഒരു സ്പീഡ് ബോട്ട് റൈഡിങ്ങിന് പോയി. ഞങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള ബോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ബെഡ്റൂമും ഹാളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുള്ള ഒരു ബോട്ടാണിത്. ഞങ്ങൾ 15 പേരുണ്ട്. എല്ലാവരും ബോട്ടിൽ കയറി കഴിഞ്ഞിരിക്കുന്നു. ബോട്ട് യാത്ര ആരംഭിക്കുക. ഇത് ബോട്ടിലെ എക്കോമീറ്ററാണ്. ഇവിടെ കായലിൻ്റെ ആഴം ഏകദേശം 4.8 മീറ്ററാണ്. വേമ്പനാട് ലേക്കിൻ്റെ ഒരു ഭാഗമാണ് വേമ്പനാട് കായൽ. വേമ്പനാട് ലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്. ഇതിൻ്റെ നീളം 96.5 കിലോമീറ്ററാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകൾ ഇതിൻ്റെ അതിർത്തി പങ്കിടുന്നു. പമ്പ, മീനച്ചിൽ, മണിമല, അച്ചൻകോവിൽ എന്നീ നദികളിലെ ജലം ഈ തടാകത്തിലാണ് എത്തിച്ചേരുന്നത്. അതുകൂടാതെ മൂവാറ്റുപുഴ, പെരിയാർ എന്നീ നദികളിലെ ജലം ഭാഗികമായും ഈ തടാകത്തിൽ എത്തുന്നുണ്ട്. ഒറിജിനലി വേമ്പനാട് ലേക്ക് അറേബ്യൻ സീയുടെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് നടന്ന ജിയോളജിക്കൽ ആക്ടിവിറ്റീസ് മൂലം വേമ്പനാട് ലേക്ക് രൂപപ്പെടുകയായിരുന്നു. ഇനി ബോട്ടിന് ഉള്ളിലോട്ട് പോകാം. അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ കലാപരമായ കഴിവുകൾ പരീക്ഷിക്കുന്നുണ്ട്.
നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും പ്രഗത്ഭരായ ഗായകരും ഗായികമാരുമാണെന്ന ഞെട്ടിക്കുന്ന സത്യം ഈ യാത്രയോടെ മനസ്സിലായി. ലഞ്ചിന് സമയമായിരിക്കുന്നു. കരിമീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈയുമുള്ള അടിപൊളി ഊണ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ലഞ്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് ബോട്ടിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണമെന്നൊരു ആഗ്രഹം. വേമ്പനാട്ട് കായലിൽ ചില പ്രദേശങ്ങളിൽ ആഴം വളരെ കുറവാണ്. അവിടെ നമുക്ക് ഇറങ്ങുവാൻ സാധിക്കും. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറച്ച് പേർ അതിനുവേണ്ടി ഒരുങ്ങി വന്നിരുന്നു. അവർ ഈ അവസരം ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ സമയം 4 മണിയായിരിക്കുന്നു. പെരുമ്പളം ബോട്ട് ജെട്ടിയിലേക്കുള്ള മടക്കയാത്രയിലാണ് ഞങ്ങളിപ്പോൾ. അവിടെ എത്തുവാൻ ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കും. ഗ്രീൻ ബേ ബാക്ക് വാട്ടർ ക്രൂയിസസ് വഴിയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് സംഘടിപ്പിച്ചത്. 6 പേർക്ക് 13,000 രൂപയാണ് ബോട്ടിൻ്റെ ഒരു ദിവസത്തെ ചാർജ്. 6 പേരിൽ കൂടുതലുള്ള ഓരോ വ്യക്തിക്കും 800 രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ ഏകദേശം 15 പേർക്ക് ഈ ബോട്ടിൽ സുഖമായി യാത്ര ചെയ്യാം. യാത്രാ സമയത്തെ ഭക്ഷണം ഉൾപ്പെടെയുള്ള ചാർജാണിത്.